ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാം തിരുവചനം. അന്നന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ ദിവസത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു തിരുവചനം. ഓരോ ദിവസവും അന്നന്നത്തെ ആഹാരത്തിനായി, അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റിലും നമ്മുടെ അറിവിലും നമുക്ക് ദൈവം കാണിച്ചു തരുന്ന അവൻ്റെ സൃഷ്ടിയായ നമ്മുടെ ഓരോ സഹോദരനും സഹോദരിക്കും അന്നന്നത്തെ ആഹാരം പിതാവാം ദൈവം തരുവാനായി നമുക്കും അത് ഒരുപക്ഷെ നമ്മിലൂടെ പലർക്കും കൊടുക്കുവാനായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന യേശു. ഒരു മനുഷ്യായുസ്സിൽ വിശപ്പിൻ്റെ ദുഃഖം, വിശപ്പിൻ്റെ വിളി അനുഭവിക്കാതിരിക്കുവാനും ആ വിശപ്പിൻ്റെ നിലവിളി നാം കേൾക്കെ ആരിൽ നിന്നും ഉയരാതിരിക്കുവാനും വേണ്ട വിധത്തിൽ നമ്മുടെ അറകളെ നിറയ്ക്കുവാനായി നമ്മോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന യേശു. എങ്ങനെ പ്രാർത്ഥിക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത്? അനുദിനം, നിരന്തരം, കൂട്ടായി, കുടുംബമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന യേശു. അതുകൊണ്ടാണല്ലോ ഈ പ്രാർത്ഥനയിൽ എനിക്ക് നൽകണമേ എന്നാവശ്യപ്പെടാതെ ഞങ്ങൾക്ക് നൽകണമേ എന്നാവശ്യപ്പെടുവാൻ യേശു പഠിപ്പിച്ചത്. ഏത് അറകളെയാണ് യേശു നിറയ്ക്കേണ്ടത്? ധാന്യം കൊണ്ടും സമ്പൽ സമൃദ്ധി കൊണ്ടും നമ്മുടെ നിലവറകളെ മാത്രം നിറയ്ക്കേണ്ടതിനായാണോ നാം കുടുംബമായി, സമൂഹമായി പ്രാർത്ഥിക്കേണ്ടത്? അല്ല, മറിച്ച് നിലവറകളെ നിറയ്ക്കുന്ന ദൈവം നമ്മുടെ ഹൃദയങ്ങളുടെ കലവറകളെയും നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കേണ്ട ഒരു തിരുവചനം. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളുടെ കലവറകളെ ദൈവം നിറയ്ക്കേണ്ടത്? ആത്മീക ഭക്ഷണം കൊണ്ട്. യേശു ഒരു നൈവേദ്യമായി നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനായി, നമ്മുടെ പാപത്തിൻ്റെ, നമ്മുടെ ദോഷാകുലമായ ഈ ലോക ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളുടെ വക്കിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തി ആത്മാവിൻ്റെ നാശത്തിൽ നിന്നും രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന യേശുവിൻ്റെ തിരു ശരീര രക്തം, ആ രക്ഷയുടെ ജീവൻ്റെ അപ്പത്തിനായി പ്രാർത്ഥിക്കേണ്ട നാം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രാർത്ഥനകളിൽ നാം നശ്വരമായ നമ്മുടെ ശരീരത്തിന് വേണ്ട ആഹാരത്തിനായി മാത്രം ആവശ്യപ്പെടാതെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിനും പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണമായ യേശുവിൻ്റെ തിരുശരീരം ഒരപ്പമായി വാഴ്ത്തി മുറിച്ച് അവൻ നമുക്ക് തന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഏകദേശം 2000 വർഷങ്ങൾക്കിപ്പുറവും ഓരോ വിശുദ്ധ കുർബാനകളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ ബലികളിലൂടെ നാം അനുഭവിക്കുന്നത്. നാം പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നീ തരണമേ എന്ന്. ശരീരത്തിന് വേണ്ട ആഹാരത്തെക്കാൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് വേണ്ട ആത്മീയ അപ്പത്തിനായി, യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾക്കായി നമുക്ക് അവൻ്റെ സന്നിധിയിൽ ഓരോ വിശുദ്ധ കുർബാനകളിലും ഭക്തിയോടും ആദരവോടും ഹൃദയവിശുദ്ധിയോടും ആരോടും പിണക്കമില്ലാത്ത ഹൃദയവുമായി ആ ആത്മീക ഭക്ഷണം, ജീവനുള്ള അപ്പം സ്വീകരിക്കുവാനായി ആഗ്രഹിക്കാം, കടന്നു ചെല്ലാം. നല്ലൊരു ദിവസം നേരുന്നു.